ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മുടെ PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. നല്ലൊരു മികച്ച അവസരം, PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നല്ലൊരു മികച്ച അവസരം കൂടിയാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. അപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷനുകളിൽ ബോർഡുകളിലുമൊക്കെ LD ടൈപ്പിസ്റ്റുകളെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് ഓരോ കമ്പനി ബോർഡ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്ന LD യോഗ്യത ശമ്പള സ്കെയിലായിരിക്കും എന്ത് ചെയ്യുക ഇതിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഒഴിവുകൾ ഓരോ ബോർഡിലേക്കോ കോർപ്പറേഷനിലേക്കോ എത്രയൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പ്രതീക്ഷിത ഒഴിവുകളാണ്, ടെൻറ്റീവ് ഒഴിവുകളാണ്. അപ്പോൾ ഒഴിവുകൾ നമുക്ക് കൂടുതലായി പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതായത് 10th ക്വാളിഫിക്കേഷൻ വെച്ച്, അതായത് ഇതിന്റെ യോഗ്യത എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഇതിന് പ്രധാനമായും വേണ്ടുന്ന ഇതിന്റെ നിയമന രീതി എന്ന് പറയുന്നത് നമ്മുടെ PSC നേരിട്ടുള്ള നിയമനമാണ് വിളിച്ചിട്ടുള്ളത്. അതിന്റെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18നും 36 വയസ്സിനും മധ്യേ പ്രായമുള്ള ആർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. 18നും 36നും, അതായത് കൃത്യമായ ഡേറ്റ് ഇവിടെ PSC കൊടുത്തിട്ടുണ്ട്. 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ച ആർക്കും എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിന്റെ യോഗ്യതകൾ എന്തൊക്കെ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം, അല്ലെ? LD ടൈപ്പിസ്റ്റ്, LDC ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ പ്രധാന യോഗ്യതകളിൽ ഒന്ന് പറയുന്നത് നിങ്ങൾക്ക് 10th പാസ്സായിരിക്കണം, അതായത് SSLC അല്ലെങ്കിൽ അതിന് തതുല്യ യോഗ്യത ഉള്ളവരായിരിക്കണം നിങ്ങൾ എന്നുള്ളതാണ്. രണ്ടാമത് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, അതേപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ. അതിൽ രണ്ടിലും പറയുന്നുണ്ട്. KGTയുടെ കാര്യം പറയുന്നുണ്ട്. KGTയും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ SSLC മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പരീക്ഷ അപ്ലൈ ചെയ്യാം. ഒപ്പം അതിനോടൊപ്പം എന്തുകൂടി വേണം, രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറും ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറും ഉള്ളവർക്ക് കൂടെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് ഇതിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ LDയുടെ സിലബസ് തന്നെയാണ് ഇതിനകത്തും വരുന്ന സിലബസുകൾ എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് അധികമായി പഠിക്കേണ്ടി വരും. പക്ഷേ വളരെ ഗംഭീരമായി കുറേയധികം ഒഴിവുകൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു തസ്തിക കൂടിയാണ് ഈ ഒരു പരീക്ഷ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞത് 18നും 36നും ഇടയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അതിന്റെ മിനിമം യോഗ്യത എന്ന് പറഞ്ഞത് 18, 36 ജനറൽ കാറ്റഗറിയാണ്. അതർ കാറ്റഗറികൾക്ക് അതത് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള വയസ്സിളവ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പൊ ജനറൽ കാറ്റഗറിക്കാണ് 18നും 36നും ഇടയിലാണ് പ്രായം പറയുന്നത്. മറ്റ് റിസർവേഷനുകൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു പോസ്റ്റ് ആണ്. എല്ലാവരും എത്രയും വേഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റും PSC വെബ്സൈറ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കേണ്ട സമർപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ PSC ഇതിനോടകം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് നോക്കൂ, 16/7/2025. ഓക്കെ, അതായത് ജൂലൈ 16 രാത്രി 12 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക കേട്ടോ. അപ്പൊ ജൂലൈ 16 ലാസ്റ്റ് ഡേറ്റ്. അതുവരെ ഒന്നും കാത്തിരിക്കേണ്ട. എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എത്രയും വേഗം ഈ ക്വാളിഫിക്കേഷൻ, ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ ഒക്കെ LD ടൈപ്പിസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ യോഗ്യത ഉള്ളവർ എത്രയും വേഗം അയക്കുക, അധികം വൈകണ്ട. അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്കറിയാം, 1 ടൈം രജിസ്ട്രേഷൻ ആണ് നമ്മുടെ കേരള PSCയുടെ സൈറ്റിൽ. നിങ്ങൾ 1 ടൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.government.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഒക്കെ അപ്ലോഡ് ചെയ്ത് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ പ്രൊഫൈൽ അനുസരിച്ച്, അത് 1 ടൈം പ്രൊഫൈൽ ആയിരിക്കും, നിങ്ങൾക്ക് ഇനിയുള്ള പരീക്ഷകൾക്കും ആ പ്രൊഫൈൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പരീക്ഷ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ അപ്ലൈ ചെയ്തവർക്ക് അറിയാം, നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ ഇന്ന് തന്നെ ഇതിന്റെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവസാന തീയതി വരെ ഒന്നും ആരും കാത്തിരിക്കേണ്ട. 16/7/2025 അവസാന തീയതി. അതുവരെ ഒന്നും കാത്തിരിക്കേണ്ട.
അതിനു മുമ്പ് എല്ലാവരും എത്രയും വേഗം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് പഠനം എത്രയും വേഗം തുടങ്ങിക്കോളൂ. ഓക്കെ കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റു വീഡിയോയിൽ സംസാരിക്കാം. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം. താങ്ക് യു.